ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇനി വരാനിരിക്കുന്ന അതായത് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളേ. അപ്പം നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം അല്ലേ. അങ്ങനെ നമ്മുടെ രവിയും ഫാമിലിയും എല്ലാവരും ഉണ്ട് കേട്ടോ. ഈ പ്രാവശ്യം എല്ലാവരുമാണ് നാട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. അച്ചമ്മയ്ക്ക് ഒത്തിരി സന്തോഷമായി ഇവരെ കണ്ടതും. അച്ചമ്മ ഓടി വന്ന് നിൽക്കുന്ന ആ ഒരു സീനാണ് നമ്മൾ ഇന്ന് ലാസ്റ്റ് കാണിക്കുന്നത്. അപ്പോൾ ഒരുപാട് പ്രതീക്ഷിച്ച് മക്കളെ എല്ലാവരും ഒരുമിച്ച് ആദ്യമായിട്ടാണ് നാട്ടിലെല്ലാവരും കൂടെ ഒരുമിച്ച് വരുന്നത്. അതും ഇപ്പോഴാണല്ലോ എല്ലാവരുടെയും വിവാഹമൊക്കെ കഴിഞ്ഞ് കൊച്ചുമക്കളൊക്കെ ആയിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷമാണ് നമ്മുടെ മുത്തശ്ശിക്ക്. വന്നതും നമ്മുടെ മുത്തശ്ശി എന്താ ചെയ്തതെന്നറിയാമോ? മുത്തശ്ശിയല്ല, സോറി, അച്ചമ്മ നമ്മുടെ രേവതിനെ അങ്ങോട്ട് പിടിച്ചില്ലേ. മോളെ, നിന്നെ എത്ര നാളായി കണ്ടിട്ട്. ഓ, ഏതായാലും നീ വന്നല്ലോ. സത്യം പറയാലോ, നിന്നെ കാണാൻ അങ്ങ് കൊതിയാവുമായിരുന്നു. ദേ, ഇവിടെ ഞാൻ മാത്രമല്ല നിന്നെ കാണാൻ കൊതിയായിട്ടിരുന്നത്, ഇവിടെയുള്ള എല്ലാവരും നിന്നെ കാണാൻ കൊതിയായിട്ടിരിക്കുകയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് അച്ചമ്മ ചോദിച്ചു, എങ്ങനെയുണ്ടായിരുന്നു യാത്ര, സുഖമൊക്കെ ആയിരുന്നോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പൊ ഈ അച്ചമ്മ ഇങ്ങനെ വാതോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുക രേവതിയോട്. അപ്പം എല്ലാവരും ഇങ്ങനെ രേവതിനെ തന്നെ ശ്രദ്ധിക്കാണ് കേട്ടോ, നമ്മുടെ വർഷയും ശ്രുതിയും ഒക്കെ. കാരണം വർഷയോ ശ്രുതിയോ അവിടെ നിപ്പുണ്ടെന്ന് പോലും അച്ചമ്മ ഓർക്കണില്ല. കാരണം അച്ചമ്മയുടെ പ്രിയപ്പെട്ട കൊച്ചുമോൾ എന്നും രേവതി തന്നെയാണ്, അത്രയ്ക്ക് പ്രിയപ്പെട്ടതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. അപ്പൊ നമ്മുടെ വർഷയ്ക്കൊത്തിരി ഒന്നും തോന്നുന്നില്ലെങ്കിലും ശ്രുതിക്ക് ഇത് കണ്ടിട്ട് അങ്ങോട്ട് ദഹിക്കുന്നില്ല കേട്ടോ. ഇതെന്താ ഞങ്ങളാരും ഇവിടെ തന്നെ വന്നിട്ടില്ലാത്ത പോലെയാണല്ലോ, ഞങ്ങളെ ആരെയും കാണുന്നില്ലാത്ത പോലെയാണല്ലോ അച്ചമ്മ സംസാരിക്കുന്നതെന്ന് ശ്രുതിയോട് ഇങ്ങനെ പതുക്കെ രഹസ്യമായിട്ട് പറയാം. അപ്പൊ ഈ ശ്രുതിയുടെ മുഖം കണ്ടു കഴിഞ്ഞപ്പോഴും നമ്മുടെ ചന്ദ്രയ്ക്ക് മനസ്സിലായി ശ്രുതിക്ക് അത്രയ്ക്ക് പിടിച്ചിട്ടില്ലെന്ന്. അപ്പൊ ചന്ദ്ര പറയുന്നുണ്ട്, മോളെ മൈൻഡ് ചെയ്യേണ്ട, അല്ലെങ്കിലും ഇങ്ങനെയൊക്കെ ചേരത്തുള്ളൂ, എന്ത് ചെയ്യാനാ. ദേ, ഇവരുണ്ടല്ലോ ഈ ഗ്രാമപ്രദേശത്ത് കിടന്ന് ഇങ്ങനത്തെ ഒരു കൾച്ചറായി പോയി. അത് അവർക്ക് പറ്റിയ ഒരു ടീം തന്നെയാണല്ലോ നമ്മുടെ രേവതി. അപ്പൊ അതുകൊണ്ടാണ് രേവതിയെ ഇങ്ങനെ കൂടുതൽ വിട്ടങ്ങോട്ട് പൊക്കി കയറ്റി വെക്കുന്നത്. പിന്നെ അവള് മയക്കെടുത്ത് വെച്ചേക്കാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ഏതായാലും ശ്രുതിയും പറയുന്നുണ്ടോ, ഇതത്രയ്ക്ക് ശരിയല്ല, ഇതത്രയും ശരിയായ നടപടിയല്ല എന്നിങ്ങനെ ശ്രുതി പറയും. കാരണം ശ്രുതിക്ക് ഒരു വേറ്റ് കൃത്യം പോലെ അവിടെ തോന്നുകയാണ്. സത്യത്തിൽ വേറ്റ് കൃത്യം തന്നെയാണ്. കാരണം നമ്മുടെ സച്ചിനെ വളർത്തിയത് ആരാ? വളർത്തി വലുതാക്കിയത് അച്ചമ്മയാണ്. അപ്പൊ സച്ചിയോടുള്ള സ്നേഹം തന്നെയാണ് രേവതിയോട് കാണിക്കുന്നത്. അപ്പോഴാണ് അവിടെയുള്ള പ്രദേശത്തെ കുറെ ചേച്ചിമാരിങ്ങ് വരുന്നത്. ചേച്ചിമാരിങ്ങ് വന്നിട്ട്, അയ്യോ ഇതാര്, രേവതി മോളോ? രേവതി മോളെ, നീ എന്താ രേവതി മോളെ അന്ന് പറയാതെ അങ്ങ് പോയി കളഞ്ഞത്? ഓ, മോള് ഇവിടുന്ന് പോയിട്ടുണ്ടല്ലോ, ഞങ്ങൾക്ക് എന്തൊരു വിഷമായിരുന്നെന്ന് അറിയാമോ? ഒന്നും പറയാതെ ഒറ്റ രാത്രി കൊണ്ടല്ലേ മോള് കയറി പോയത്. അപ്പൊ നമ്മുടെ രേവതി പറഞ്ഞു, അത് പിന്നെ എനിക്ക് അത്യാവശ്യമായിട്ട് ഇങ്ങോട്ടേക്ക് വരണമായിരുന്നു ഞങ്ങൾക്ക്, അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ കയറി പോകുന്നതെന്ന് പറഞ്ഞു. ഏതായാലും കല്യാണം കഴിഞ്ഞ് അതേപടി തന്നെ ഇരിക്കുകയാണല്ലോ. നന്നായിട്ടൊന്നുമില്ലല്ലോ, എന്തു പറ്റി? അടുക്കളപ്പണിയൊക്കെ ആണോ? അടുക്കളപ്പണി ഇല്ല. അടുക്കളപ്പണി ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്. അതിപ്പോ നമ്മൾ അടുക്കളപ്പണി ചെയ്തല്ലേ പറ്റൂ. അല്ല, ദേ, എന്താ വിശേഷമൊന്നും ആകാത്തത്? ഇവിടുന്ന് പോയപ്പം ഇനി അടുത്ത വരവിന് ഒരു വിശേഷം അറിയിച്ചു കൊണ്ട് വരണം എന്നല്ലേ ഞങ്ങൾ എല്ലാവരും പറഞ്ഞത്. എന്നിട്ട് എന്തു പറ്റി സച്ചി? എന്താ സച്ചി നിനക്കൊരു ഉത്തരവാദിത്വം ഇല്ലാത്തത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. ഇതൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കും സച്ചിക്ക് നാണം വരുവാണ് കേട്ടോ. നാണം കാരണം സച്ചി നിലത്തിങ്ങനെ ഇട്ട് കളം വരയ്ക്കുകയാണെന്ന് പറയാം, അതുപോലെ നാണം വരുന്നു. അപ്പൊ സച്ചു പറഞ്ഞു, നിങ്ങൾക്ക് ഇത് മാത്രമേ ചോദിക്കാനുള്ളോ? ഇതൊക്കെ അങ്ങോട്ട് വിട്ടെ, അതൊക്കെ അതിൻ്റെതായ സമയത്ത് നടന്നോളും അല്ലേ രേവതി എന്ന് നമ്മുടെ സച്ചിയും പറഞ്ഞു കേട്ടോ. ഏതായാലും വീണ്ടും ഈ അയൽവക്കംകാരും എല്ലാവരും നമ്മുടെ രേവതിനെ സ്നേഹിക്കുന്നുണ്ട്. വീണ്ടും ഇങ്ങനെ എന്താ പറയാ, ശ്രുതിക്കും ചന്ദ്രയ്ക്കും ഒക്കെ ഒരു അസ്വസ്ഥത തോന്നുകയാണ്. വർഷയ്ക്കാണെങ്കിൽ ഇതൊന്നും അല്ല അസ്വസ്ഥത. വർഷയ്ക്കാണെങ്കിൽ നാട് വിട്ട് ഇങ്ങോട്ടേക്ക് വന്നല്ലോ. അപ്പൊ ഇവിടുത്തെ പ്രദേശമൊക്കെ അങ്ങോട്ട് വർഷയ്ക്ക് പിടിക്കുന്നില്ല, എന്തോ പോലെ. വീടൊക്കെ കണ്ടത് ഒട്ടും പിടിക്കുന്നില്ല, എന്തോ പോലെ മനസ്സിനൊരു മടുപ്പ്. ഏതൊരു അകത്തേക്ക് കയറി വരാൻ പറഞ്ഞു. വന്ന കാലിൽ നിൽക്കാതെ കയറി വാ, രണ്ടുപേരും അകത്തേക്ക് കയറി, രണ്ടുപേരും അല്ല എല്ലാവരും അകത്തേക്ക് കയറി വരാൻ പറഞ്ഞു. അങ്ങനെ അകത്തേക്ക് കയറി ചെല്ലുകയാണ്. അകത്തേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രനാണെങ്കിൽ ഇങ്ങനെ അച്ഛമ്മയുടെ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ തിരക്കാണ്. പക്ഷേ ചന്ദ്ര അങ്ങനെ തിരക്കുന്നൊന്നുമില്ല. ചന്ദ്രയാണെങ്കിൽ ചുറ്റുമൊക്കെ നോക്കുന്നു. എന്നിട്ട് ശ്രീകാന്തേ, വർഷം ഇങ്ങ് വന്നേ, നിങ്ങൾ ആ റൂം എടുത്തോട്ടോ. അത് പിന്നെ ശ്രുതി ഇങ്ങ് വന്നേ, നിങ്ങൾ ഈ റൂം എടുത്തോട്ടോ എന്നും പറഞ്ഞ് റൂമൊക്കെ വീതം വെക്കുക. അപ്പൊ സച്ചിക്ക് മനസ്സിലായി കളി എന്താണെന്ന് മനസ്സിലായി. സച്ചി പറഞ്ഞു, ഓഹോ, വന്നതേ മക്കൾക്ക് റൂമൊക്കെ വീതം വെച്ച് കൊടുക്കുകയാണല്ലോ. ഇനിയിപ്പൊ കിടക്കാൻ ഇട കിട്ടത്തില്ലെന്ന് ഓർത്തിട്ടായിരിക്കും അല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ അച്ഛമ്മയും പറഞ്ഞു, അല്ലെങ്കിലും ചന്ദ്ര, നീ എന്താ ചന്ദ്ര വന്ന ഉടനെ തന്നെ മക്കളെ മൊത്തം ഒന്ന് പരിചയപ്പെടുത്താനുള്ളതിന്
ഇത് വന്ന ഉടനെ റൂം കാണിച്ചു കൊടുത്ത് നീ റൂമിനകത്ത് കയറ്റി പിടിച്ചിടാൻ വേണ്ടിയാണോ ഇവരെ ഇവിടം വരെ കൊണ്ടുവന്നത്? അതെ, ഇവിടെ എല്ലാവർക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള റൂം തരാനൊന്നുമില്ല. പക്ഷെ ഞാനൊരു കാര്യം പറയാം, എല്ലാവർക്കും സമാധാനവും അതുപോലെ തന്നെ ഈ വീട്ടിൽ വേറെ ഒരു പ്രശ്നം ഉണ്ടാവില്ലെന്ന് ഞാൻ വാക്ക് തരാം. അല്ലാതെ റൂമൊക്കെ സെപ്പറേറ്റ് ആയിട്ടെന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ ചന്ദ്ര എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അത് പിന്നെ വർഷയും ശ്രുതിയും ഒക്കെ വലിയ പണമുള്ള വീട്ടിലെ അല്ലേ? പണമുള്ള വീട്ടിലെയോ? പണമുള്ള വീട്ടിലെ എന്ന് പറഞ്ഞിട്ട് എന്താ പ്രത്യേകത? ദേ ഞാനൊരു കാര്യം പറയാം. ദേ ചന്ദ്രൻ, നിന്റെ ഈ സ്വഭാവം, ഈ വേറ്റ് കൃത്യം ആദ്യം നീ മാറ്റി വെക്കുക. ഞാൻ മാത്രമല്ലല്ലോ വേറ്റ് കൃത്യം കാണിക്കുന്നത്, ഇവിടെ പലരും കാണിക്കുന്നുണ്ടല്ലോ. ഓഹോ, മനസ്സിലായി. അതെ, എനിക്ക് കുറച്ച് സ്നേഹമുണ്ട് സച്ചിയോടും രേവതിയോടും. അത് നിനക്കറിയാലോ എന്താണെന്ന്. എന്റെ മോൻ പിറന്നു വീണതും നിന്റെ കൈകളിലേക്കല്ല, എന്റെ ഈ കൈകളിലേക്കാ. നീ അവനെ ഒന്ന് മോലെ കൂട്ടിയിട്ട് പോലും ഇല്ല. എന്റെ കൈകളിലാ കിടന്ന അവൻ കളിച്ചു വളർന്നത്. അറിയാലോ നിനക്ക്. ആ ഒരു കൂറ് എനിക്ക് സച്ചിയോട് എന്നും ഉണ്ട്, ആ കൂറ് രേവതിയോടും ഉണ്ട്. രേവതി വന്നതിൽ പിന്നെ അടി നിങ്ങളുടെ വീട്ടിന് ഐശ്വര്യം വന്നത്, മഹാലക്ഷ്മി കയറി വന്നതിൽ പിന്നെ. ഓ പിന്നെ ഒരു മഹാലക്ഷ്മി. എന്താടി മഹാലക്ഷ്മി അല്ലേടി? അല്ല, നിനക്ക് രണ്ട് വലിയ മരുമകളെ കിട്ടിയെന്നൊക്കെ നീ പറയുന്നുണ്ടല്ലോ, പണക്കാരിയായ മരുമകളെ. അതെ, എന്റെ രേവതി മോള് വന്നതുകൊണ്ടാ ഇത്ര പണക്കാരിയായ മരുമകളെ നിനക്ക് കിട്ടുമെന്ന് നീ ഓർത്തോ? അല്ലെങ്കിൽ നീ ഇപ്പോഴും കിടന്നേനെ. എടി, നീ ഇവളുണ്ടാക്കി തരുന്ന ഭക്ഷണം തിന്നല്ലേടി വളരുന്നത്, അതിന്റെ നന്ദിയിലും കാണിക്കണ്ടേടി എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു, എന്തിനാ അമ്മ വെറുതെ ഇങ്ങനെ ഓരോന്ന് പറയുന്നത്? വേണ്ട, എത്ര പറഞ്ഞാലും ഈ പട്ടിയുടെ വാല് പിടിച്ച് നമ്മുടെ കുഴലിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് 1 വർഷമല്ല 10 വർഷം കഴിഞ്ഞ് ഊരിയാലും നേരെയാവില്ലല്ലോ. അതുപോലെ ഇവിടെ ചിലവര് അതുകൊണ്ട് വെറുതെ പറഞ്ഞ അമ്മയുടെ വായില് വെള്ളം വറ്റിക്കാന്നല്ലാതെ വേറെ ഒന്നുമില്ല എന്നൊക്കെ പറയണം. അപ്പോഴത്തേക്കുമാണ് ഏതായാലും ഇനിയിപ്പോ ശ്രുതിയുടെ ഇളയച്ചൻ വരുന്നുണ്ട്. ശ്രുതിയുടെ ഇളയച്ചനോ എന്നിങ്ങനെ അച്ഛമ്മ ചോദിച്ചപ്പോ, ശ്രുതിയുടെ ഇളയച്ചൻ ഇങ്ങോട്ടേക്കാ വരുന്നത്. ഇങ്ങോട്ടേക്കാണോ മോളെ വരുന്നത്? അതെ അച്ഛമ്മേ, മലേഷ്യയിൽ നിന്ന് എന്റെ ഇളയച്ചൻ ഇങ്ങോട്ടേക്കാ വരുന്നത്. അച്ഛൻ ഇപ്പൊ തൽക്കാലം വരാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഇളയച്ചൻ വരുന്നത്. അപ്പോഴത്തേക്ക് ചന്ദ്ര പറയാണ്, അതെ ഞാനൊരു കാര്യം പറയാം, എല്ലാം ഉണ്ടാക്കി വെക്കണം. വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ സ്വീകരിക്കണം. അറിയാലോ, പണമുള്ളവരാണല്ലോ. അപ്പൊ അതിൻ്റെതായ എല്ലാ രീതിയും നമ്മൾ ചെയ്തു കൊടുക്കണം. അതെ രേവതി, നീ ഒരു കാര്യം ചെയ്തേ, പോയി കോഫി ഇട്ടുകൊണ്ട് വന്നേ എന്നൊക്കെ പറഞ്ഞ് ഓർഡർ ഇടുകയാണ്. അപ്പൊ പെട്ടെന്ന് അച്ഛമ്മയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. പക്ഷെ അച്ഛമ്മ അങ്ങോട്ടൊന്നും മൈൻഡ് ചെയ്യാൻ പോയില്ല, വലിയ കാര്യമായിട്ട് മൈൻഡ് ചെയ്യുന്നില്ല. ഒന്നും ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ തന്നെ കാര്യമായിട്ട് മൈൻഡ് ഒന്നും ചെയ്യാതെ അച്ഛമ്മ മാറി നിൽക്കുകയാണ്. ഈ കളികളൊക്കെ ഒന്ന് കാണട്ടെ, എവിടെ വരെ പോവും ഈ പോക്കെന്ന് അറിയണമല്ലോ. അപ്പൊ അതുകൊണ്ടെല്ലാം മാറി നിൽക്കുകയാണ്. അങ്ങനെ ഇതിനിടയ്ക്ക് നമ്മുടെ സച്ചു പറഞ്ഞു, എങ്കിൽ പിന്നെ ഞാനേ കൂട്ടുകാരെയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം, എത്ര നാളായി എന്റെ കളിക്കൂട്ടുകാരെയൊക്കെ കണ്ടിട്ടെന്ന് പറഞ്ഞു. അപ്പം ചന്ദ്ര പറഞ്ഞു, പെട്ടെന്ന് പോ, അല്ലെങ്കിൽ നീ ഇവിടെ ഇല്ലാതിരിക്കുന്നത് തന്നെയാ നല്ലത്. ഇനിയിപ്പോ ശ്രുതിയുടെ ഇളയച്ചൻ വന്നു കഴിയുമ്പോഴത്തേക്കും, അതെന്താ ഞാൻ ഇവിടെ ഇല്ലാതിരിക്കുന്നത് നല്ലത്? ഓഹോ, മനസ്സിലായി. അപ്പൊ എന്തോ ഉണ്ടല്ലോ. അത് കൊള്ളാം. ശ്രുതിയുടെ ഇളയച്ചൻ വരുമ്പോ ഞാനിവിടെ കാണാൻ പാടില്ല. എങ്കിൽ പിന്നെ കണ്ടിട്ട് തന്നെ കാര്യം, ഞാൻ പെട്ടെന്ന് പോയിട്ട് വരാം അച്ഛമ്മേ, അല്ലെങ്കിലേ ശരിയാവില്ല എന്നിങ്ങനെ പറയണം. അങ്ങനെ നമ്മുടെ രേവതി പിന്നെ കോഫിയൊക്കെ ഇട്ടുകൊണ്ട് വരുന്നു. അപ്പൊ സച്ചോട് പറയുന്നുണ്ട്, നിക്ക് സച്ചേട്ടാ കുടിച്ചിട്ട് പോകാന്ന് പറയുമ്പോ, എനിക്കിപ്പോ വേണ്ട, പിന്നെ ഞാൻ കുടിച്ചോളാം എന്നൊക്കെ പറയാം. അപ്പൊ ഇതിനിടയ്ക്ക് നമ്മുടെ ശ്രുതിയോട് ചോദിക്കുകയാണ്, ചന്ദ്ര ചോദിക്കുക, നിന്റെ ഇളയച്ചൻ എന്തൊക്കെ ഫുഡാ കഴിക്കുന്നത്? വെജാണോ നോൺ വെജ് ആണോ? കരിമീൻ കഴിക്കുവോ? അതോ ഇനിയിപ്പം നോൺ വെജ് തന്നെ വേണോ? അതോ ഇപ്പൊ നോൺ വെജ് കഴിക്കില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കാണ് നമ്മുടെ ശ്രുതി, ആർക്കറിയാം, എനിക്കറിയത്തില്ലല്ലോ എന്ന് മനസ്സിലിങ്ങനെ വിചാരിക്കുന്നത്. അപ്പൊ പെട്ടെന്ന് ചന്ദ്ര ചോദിച്ചു, മോളെ ഞാൻ നിന്നോടാ ചോദിച്ചത്, നീ പറ. അത് പിന്നെ എന്തും കഴിക്കും, പിന്നെ നോൺ വെജാ കൂടുതൽ ഇഷ്ടം. എന്നിട്ട് വീണ്ടും ശ്രുതി മനസ്സിൽ വിചാരിക്കാം, ഇറച്ചി വീട്ടുകാരനല്ലേ, പിന്നെ നോൺ വെജ് അല്ലാതെ എന്താണ് കഴിക്കുന്നത്? എൻ്റെ ഈശ്വര, ഇനിയിപ്പോ വന്നു കഴിയുമ്പോ എന്താവും അറിയില്ലല്ലോ, എന്തൊക്കെയായിരിക്കുമോ ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. സച്ചി ഇല്ലായിരുന്നെങ്കിൽ പിന്നെയും കുഴപ്പമില്ലായിരുന്നു, അവനെല്ലാം കണ്ടുപിടിച്ചു കഴിഞ്ഞ് കുളമായിന്ന് കൂട്ടിക്കൊണ്ടാ മതി എന്നൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ പേടിച്ച് വിറച്ചാണ്. അപ്പോഴും പേടിയാണ് കേട്ടോ നമ്മുടെ ശ്രുതിക്ക് അങ്ങ് പേടി മാറുന്നില്ലേ. പേരെന്തെങ്കിലും മാറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണേ. പെട്ടെന്ന് നമ്മൾ ഈ പറയുമ്പോൾ ഉണ്ടല്ലോ ചിലപ്പോൾ പേര് മാറിപ്പോയി. ഞാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് കേട്ടോ, നിങ്ങൾ കമന്റ്സ് ഒക്കെ ഞാൻ കാണുന്നുണ്ട്. അപ്പം ഞാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്, പേര് മാറ്റാതിരിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നുണ്ട്. ചിലപ്പം വല്ലോ അബദ്ധം പറ്റിയാലേ, ഏത് പോലീസുകാരനും ഒരു അബദ്ധം പറ്റൂലേ, അപ്പൊ അതുപോലെ വല്ല അബദ്ധം പറ്റിയാലേ, ഇപ്പൊ എന്നും അബദ്ധം തന്നെയാ പറ്റില്ല. എനിക്കറിയാം, നിങ്ങൾ കമന്റിലൂടെ പറയുന്നുണ്ട് പേര് ഒന്ന് നന്നാക്കി പറഞ്ഞു എന്നൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട്. അപ്പൊ ഏതായാലും ഈ സമയത്ത് നമ്മുടെ വർഷ റൂമിനകത്തേക്ക് ചെന്നു. വർഷ റൂം കണ്ടു കഴിഞ്ഞപ്പോ, ഇതെന്താ ശ്രീകാന്ത് അല്ലേ പറഞ്ഞത് ഇവിടെ സൗകര്യമൊക്കെ ഉണ്ടെന്ന്? എന്നിട്ട് ഇതിപ്പോ ഒരു സൗകര്യം ഇല്ലല്ലോ. ഈ കട്ടിലിൽ എങ്ങനെ നമ്മൾ 2 പേര് കിടക്കുന്നത്? അത് പിന്നെ ഇവിടെ ഇത്രയൊക്കെ സൗകര്യമുള്ളൂ, ഇതിനിപ്പോ എന്താ പ്രശ്നം ഇരിക്കുന്നത്? ഒരു കാര്യം ചെയ്യാം, ഞാൻ നിലത്ത് കിടന്നോളാം. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ശ്രീകാന്ത് ശരിയാകുന്നത്?
എനിക്കാണെങ്കിൽ വല്ലാത്തൊരു അസ്വസ്ഥത ഫീൽ ചെയ്യുക. വല്ലാത്തൊരു അസ്വസ്ഥത. ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നറിയില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, അടുത്ത വല്ല ഹോട്ടൽ മുറി ഉണ്ടെങ്കിൽ നമുക്ക് 4 ദിവസം അവിടെ തങ്ങാം, എന്നിട്ട് രാവിലെ ഇവിടെ വന്നാൽ മതിയല്ലോ. അതൊന്നും ശരിയായില്ല വർഷ എന്നൊക്കെ പറയണം. അപ്പൊ ഇത് നമ്മുടെ അച്ഛമ്മ മാറി നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ശ്രീകാന്ത് ഇങ്ങനെ വർഷേനെ ഇങ്ങനെ പറഞ്ഞു തിരുത്തുന്നതൊക്കെ കാണുമ്പോഴത്തേക്കും അച്ഛമ്മയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നാറ്. അപ്പൊ ഇവര് തമ്മിൽ ഇങ്ങനെ ഒരു ചർച്ചാ വിഷയം വന്നു. അപ്പൊ അച്ഛമ്മ ഓടി വരികയാണ്. അപ്പൊ അച്ഛമ്മ ഓടി വന്നിട്ട്, എന്താ മോളെ ശ്രുതി, നീ ഇവിടെ നിൽക്കണ്ടെന്നൊക്കെ പറയുന്നത്, നിനക്ക് ഇവിടെ പിടിച്ചില്ലേ? അത് പിന്നെ അച്ഛമ്മയെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശ്രീകാന്ത് പറഞ്ഞു, അച്ഛമ്മ അതുകൊണ്ടൊന്നും അല്ല, അതുകൊണ്ട് അച്ഛമ്മ അവക്കിങ്ങനെ ശീലമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അച്ഛമ്മ പറഞ്ഞു, ഇങ്ങനെയല്ലേ മോളെ ശീലിക്കേണ്ടത് ഓരോന്ന്, നമ്മളെ ഇങ്ങനെയൊക്കെ വേണം ശീലിക്കാൻ, സാരമില്ല, 4 ദിവസമല്ലേ, 4 ദിവസം മോൾക്ക് ബോറടിക്കാതെ ഞാൻ നോക്കിയാൽ പോരെ എന്നൊക്കെ പറഞ്ഞ് അച്ഛമ്മ ഇങ്ങനെ സമാധാനിപ്പിക്കാട്ടോ വർഷേനെ. അങ്ങനെ വർഷം അവിടെ തുടരാൻ തന്നെ തീരുമാനിക്കുകയാണ്. ഇതേ സമയം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രേവതിക്ക് ലിസ്റ്റ് ഓരോന്നായിട്ട് കൊടുക്കുകയാണ്. കരിമീന്, അതുപോലെ ചിക്കന്, ബീഫ്, മട്ടന്, ഇതെല്ലാം നീ തന്നെ ഉണ്ടാക്കണം എന്നൊക്കെ പറയാം. അപ്പൊ അച്ഛമ്മ എന്ന് ചോദിച്ചു, അല്ല എന്താ ചന്ദ്രേ, അല്ല ഇവളോട് നീ എല്ലാം ഉണ്ടാക്കാൻ പറയുന്നത്, വേറെ പെണ്ണുങ്ങൾ ആരും ഇവിടെ ഇല്ലേ, നീ വേറെ പെണ്ണുങ്ങളെല്ലാം വിളിച്ച്, അത് പിന്നെ അവരൊക്കെ വലിയ വീട്ടിലെ പെണ്ണുങ്ങൾക്ക് ജോലി ചെയ്യാൻ അറിയില്ലേ? അറിയില്ലെങ്കിലേ പഠിപ്പിക്കണം, അതാ ഒരു അമ്മായിയമ്മയുടെ കടമ. എനിക്ക് ചെയ്യാൻ പറ്റാത്തത് നീ എങ്കിലും ചെയ്യ് ചന്ദ്രേ. ഞാനൊരു കാര്യം പറയാൻ ചന്ദ്രേ, നീ ഒരു മരുമകളെ കൊണ്ട് മാത്രം ജോലി ചെയ്യിപ്പിക്കേണ്ട കാര്യമില്ല. അത് പിന്നെ ഞാൻ ഇവളെ കൊണ്ട് പണി ചെയ്യിപ്പിച്ചത്, സാധാരണ മരുമക്കളാണല്ലോ വീട്ടിലെ പണികളൊക്കെ ചെയ്യുന്നത്, അപ്പൊ അതുകൊണ്ടാ. എങ്കിൽ പിന്നെ ഇപ്പൊ നീ ഈ വീട്ടിൽ വന്നേക്കല്ലേ, ഈ വീട്ടിലെ മരുമകൾ ആരാ? എന്റെ മരുമകൾ ആരാ? നീയല്ലേ ചന്ദ്രേ? എങ്കിൽ പിന്നെ നിനക്ക് പണി ചെയ്തുകൂടെ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും ആ ചോദ്യത്തിന് നമ്മുടെ ചന്ദ്രയുടെ ഉത്തരം മുട്ടി പോവാണ്. ഏതായാലും ഈ സമയത്ത് വർഷയും നമ്മുടെ ശ്രുതിയും കൂടെ ഇറങ്ങി വന്നു. ശ്രുതിയും വർഷയും ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും, മക്കളെ ബാ, എല്ലാവർക്കും ഒരുമിച്ച് വേണം ആഹാരങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും വർഷ പറഞ്ഞു, അയ്യോ എനിക്കറിയില്ല കുക്കിംഗ് ഒന്നും, എനിക്ക് ഡബിങ് മാത്രമേ അറിയത്തുള്ളൂ, ഞാനേ ഭയങ്കര ഫുഡിയാ. ഫുഡിയോ? എന്തിഡി? എന്താ മോളെ പറഞ്ഞത്? അത് പിന്നെ അച്ഛമ്മേ, ഇവളെ വർഷ ഭയങ്കര ഭക്ഷണപ്രിയ എന്നാ പറഞ്ഞത്. ഭക്ഷണപ്രിയ, പക്ഷേ നമ്മൾ ഭക്ഷണത്തെ സ്നേഹിക്കുന്നത് പോലെ ഭക്ഷണം പാചകം ചെയ്യാനും അറിഞ്ഞിരിക്കണം, അതൊക്കെ ഞാൻ പതുക്കെ പഠിപ്പിച്ചു തരാം എന്നിങ്ങനെ പറയാം. അപ്പൊ ശ്രുതിയോട് ചോദിച്ച അച്ഛമ്മ, മോൾക്കൊന്നും അറിഞ്ഞൂടെ? അത് പിന്നെ എനിക്ക് വലിയ കാര്യമായിട്ട് അറിയില്ല അച്ഛമ്മ, കുറേശ്ശെ അറിയാലോ. പാചകം ചെയ്യുന്നത് എല്ലാം രേവതിയായിരിക്കും, ബാക്കി സാധനങ്ങൾ അരിഞ്ഞു കൊടുക്കുകയും ക്ലീൻ ചെയ്യുകയും എല്ലാം ചെയ്യുന്നത് ഇവര് രണ്ടുപേരും ആയിരിക്കും, കൂടെ ചന്ദ്രയും കാണും എന്ന് പറഞ്ഞ് നമ്മുടെ അച്ഛമ്മ പുതിയ ഓർഡർ ഇറക്കുകയാണ്. ആകപ്പാടെ അന്തമിട്ട് തള്ളി നിൽക്കുകയാണ് നമ്മുടെ ചന്ദ്രയും വർഷയും ശ്രുതിയും. എങ്ങനെയും ഒക്കെ നമ്മുടെ രേവതിയുടെ തലയിൽ എല്ലാം കൊണ്ട് കെട്ടിവെക്കാൻ ഓർത്തിരുന്ന ചന്ദ്ര അവിടെ രക്ഷപ്പെടുന്നില്ല കേട്ടോ. ഏതായാലും ഇങ്ങനെ ഒരു അടിപൊളി വിശേഷമാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത്. അച്ഛമ്മയുടെ അടുത്ത് ചന്ദ്രയുടെ വല്ല കളി നടക്കുമോ? ഒരു കളി നടക്കാൻ പോകുന്നില്ല. അച്ഛമ്മയാള് പുലിയാണെന്ന് തെളിയിക്കുകയാണ് വീണ്ടും വീണ്ടും. നമുക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ച് സീനുകളൊക്കെ തന്നെയാണ് ഇനി വരാൻ പോകുന്നത്. നമ്മുടെ മ്യാമൻ നാളെ തന്നെ എത്തും കേട്ടോ. നാളത്തെ കഴിഞ്ഞൊക്കെയായിട്ട്, നാളെ എത്താൻ ചാൻസ് കുറവാണ്. നാളത്തെ കഴിഞ്ഞൊക്കെയായിട്ട് നമ്മുടെ മ്യാമൻ എത്തും. മ്യാമൻ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മൊത്തം കളർഫുൾ ആണ്. ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ, മൊത്തം കളർഫുള്ള്. പിന്നെ നമ്മുടെ ശ്രുതിയുടെ അടപ്പ് തീർക്കും. അതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാമല്ലോ. അപ്പൊ എല്ലാവരും കാത്തിരിക്കും. എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തിയാണ്. നെക്സ്റ്റ് അടിപൊളി വീഡിയോ ആയിട്ട് വരാട്ടോ. അതുവരെ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ടാറ്റാ, ബൈ ബൈ.